എന്തൊരു ക്രൂരതയാണ് മോദി ഇത്. അവരും മനുഷ്യരല്ലേ? അമേരിക്കയിൽ നിന്നും വരുന്ന ഒരു സായിപ്പിനു വേണ്ടി എന്തിനാണ് നിങ്ങൾ ഈ പാവങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? സാമൂഹ്യ പ്രവർത്തക അശ്വതി ജ്വാല സംഭവ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ ദൃശ്യങ്ങൾ ആരെയും വേദനിപ്പിച്ചു പോകും. ദൃശ്യം കാണാം. നമസ്കാരം, ഞാൻ അശ്വതി ജ്വാല. ഞാനിപ്പോൾ അഹമ്മദാബാദ് ഗുജറാത്തിലെ ഇന്ദിരാ ബ്രിഡ്ജ് എന്ന് പറയുന്ന കോളനിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ മുതൽ ഇവിടെ ഒരു സമരവുമായിട്ട് ഇവിടുത്തെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട് എത്തിയതാണ്. അതായത് നമ്മളൊക്കെ ന്യൂസിൽ അറിഞ്ഞതുപോലെ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വരുന്നതിനോടനുബന്ധിച്ച് ഈ റൂട്ടിലൂടെയാണ് ഒരു റോഡ് ഷോ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ചേരി പ്രദേശം മുഴുവൻ മതിൽ കെട്ടി മറയ്ക്കുന്നു എന്നുള്ള വാർത്ത സാധാരണ ആരെപ്പോലെയും കണ്ടിട്ട് അതിൽ മനസ്സ് അത്രയും വേദനിച്ചിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ മനുഷ്യരെ ഇത്രത്തോളം നീചമായിട്ടുള്ള ഒരു എന്താ പറയുക, അത്രയും ഒരു അട്രോസിറ്റീസ് ആക്ട് ഇവിടെ നടക്കുമ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഇന്നലെ വന്ന് ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ സമരവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കായിരുന്നു. ഇവിടെ ഒരു 1000-ഓളം വരുന്ന കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരുൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. സാധാരണക്കാരാണ്, നിരക്ഷരരാണ്. എന്താ പറയുക, നല്ല വൃത്തിയുള്ള വീടോ ബാത്റൂമോ കൃത്യമായി കുടിവെള്ളം പോലും ഇവർക്ക് ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്രയും കോടി രൂപയൊക്കെ ഇതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ അധികാരികൾക്ക് ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അവരെ നെഗ്ലക്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രൂപ മുടക്കി മതിൽ കെട്ടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റിയൽ പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു അൺഹ്യൂമൻ ആക്ടിവിറ്റി അല്ലേ? കുറേ മനുഷ്യര് നമ്മുടെ രാജ്യത്ത് കുറേ മനുഷ്യര് പുഴുക്കളെ പോലെ ജീവിക്കുമ്പോൾ ഇത്രയും കോടി രൂപ, അത് ഒരു പൊളിറ്റിക്സിനും എതിരല്ല, ഒരു വ്യക്തിക്കും എതിരെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആസ് എ ഹ്യൂമൻ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന് പിന്നെ സ്റ്റേറ്റ് പ്രശ്നമല്ല, ഏത് പ്ലേസ് എന്നുള്ളത് പ്രശ്നമല്ല, എവിടെയും നമുക്ക് പോയിട്ട് സംസാരിക്കാം. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കണം. ഇവർക്ക് നല്ല വീട് വേണം, നല്ല ശൗചാലയം വേണം, ഇവർക്ക് നല്ല മാന്യമായിട്ട് ഈ ഇന്ത്യയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇത് മാത്രമാണ് എന്നെ ഈ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ആരുടെയും സപ്പോർട്ടോടുകൂടിയല്ല വന്നത്, ആരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടല്ല വന്നത്. പക്ഷേ എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്താണെങ്കിലും കേരളത്തിലും അനാഥരുടെ വിഷമം എന്താണെന്നും അവരുടെ ദാരിദ്ര്യം എന്താണെന്നും മനസ്സിലാക്കി നെഞ്ചു പൊട്ടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ എവിടെയാണെങ്കിലും മനുഷ്യർ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും ഇവിടെ മതിലിന്റെ പണി ഇപ്പൊ തീരാറായി, കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇത്രയും കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 80 കോടിയോളം രൂപയാണ് 3 ദിവസത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഇവർ ചെലവഴിക്കാൻ പോകുന്നത്. ആ പൈസയുടെ ഒരു അംശമെങ്കിലും ചിലവഴിച്ചാൽ മതി ഈ മനുഷ്യൻ. നമുക്ക് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസത്തിന് മുന്നേ ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കണം. നമ്മൾ ബജറ്റിൽ കുറെ പൈസ മാറ്റി വെക്കുന്നു, എന്നിട്ട് വീണ്ടും അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെയല്ല, നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും 1 മിനിറ്റിന് മുന്നെങ്കിൽ 1 മിനിറ്റിന് മുന്നേ, 1 മണിക്കൂറിന് മുന്നിൽ 1 മണിക്കൂറിന് മുന്നേ അവർക്ക് നല്ലൊരു ഹെൽത്തി ലിവിങ്ങിലേക്ക് വരാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു സീൽ ചെയ്ത് ഹൈഡ് ചെയ്ത് മാസ്ക് ചെയ്ത് കുറെ മനുഷ്യരെ ചെയ്യുന്നത് അത് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. नहीं अंदर नहीं चलना, कुछ चाय वाय पीनी है? चलो ഇതാണ്
ഈ ചേരിയിൽ ഇതുപോലുള്ള ഒരുപാട് മനുഷ്യരാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യരുടെ ഇടമാണ് ഇവിടെ. വൃത്തിയായ വീടുകളോ എന്താ മണ്ണിലാണ് പല വീടുകളും വച്ചിരിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിന് അവർ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. വെള്ളം കൃത്യമായിട്ട് വരാറില്ല. पानी मिलने के पानी नहीं मिलता, सब गटर भर जाते हैं। सब गटर है, भर जाता है। बाथरूम पानी भी नहीं है। देखो ऐसा इधर आई पैन मैंने मेरे अंदर। हाँ पैन अंदर मैंने पैन बैग में मेरे। आपको अंदर चलो, आप सब घर चले। देखो देखो इधर से देख लो, अंदर इधर आओ, इधर ये ना, मैं हूँ तेरे बात पे। देखो कैसा है पूरा वीडियो खींच के। ये भी देखो, इधर पानी की भी कमी और गट्टर सब आ जाते हैं, इसलिए लोग परेशान आ गए। पानी पीने को भी नहीं मिलता है हमें तक। शौचालय है पर पानी घर पे नहीं देते। हाँ शौचालय घर पे नहीं देते। हाँ पूरा अंदर चलो, मैं ले जाता। पानी लेके आओ, पानी पी ये देखो पानी में इधर झगड़ा ही आ जाओ। हाँ हाँ ഇവിടെയാണ് ഈ കോളനി നിവാസികൾ ജീവിക്കുന്നത്. ഇത്രയും പേരടങ്ങുന്ന കുടുംബം മനുഷ്യര് ജീവിക്കുന്ന സ്ഥലമാണിത്. പാനി नहीं आते? पानी नहीं आता है। पानी नहीं आता है। बेटा निकलो, आम कोई फायदो नहीं। हाँ बना कोई फायदो नहीं हम बस। बच्चे बच्चा कोई घर पे नहीं है। कोई घर पे नहीं है। ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.